ഒരു സാധനം തൊട്ടാ നിൽക്കണേ. ആദ്യം കരുതി ആനക്കുട്ടിയാണ്. ഇതൊക്കെയാണ് ഒരു കൊമ്പൊക്കെയാണ്. ഈ ചായ സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ? അവിടെ അതെട്ടാ കുറേ എണ്ണം മെയിന്. അപ്പൊ ആന്ധ്രാപ്രദേശാണ് പോത്തിന്റെ മെയിൻ കേട്ടോ. മുറാഫാമ് മുറാപോത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന പോത്തുകളൊക്കെ ഒരുപാട് കേരളത്തിലേക്ക് വരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കേട്ടോ. ഒന്നും രണ്ടല്ല, ഒരു കൂട്ടം. ഏകദേശം 10 എങ്കിലും ഉണ്ടാവും കേട്ടോ അതില്. അങ്ങോട്ട് തുറന്ന് വിട്ടുക എന്നുള്ളതാണ്. മൂക്കയറും കാര്യങ്ങളൊന്നും കുത്തിയിട്ടില്ല. അങ്ങനെ ഈ സൈഡിൽ കേട്ടാ ആടുകളും പോത്തൊക്കെ മേഞ്ഞുകൊണ്ടിരിക്കണേ ഒരുപാട് എണ്ണം ഉണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ട് കാണുമ്പോഴുള്ള ആ ഒരു രസമാണ് കേട്ടാ. അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളത് കല്ലൂർ കണ്ടരിക എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. കല്ലൂർ കണ്ടരിക എന്ന് പറഞ്ഞ ഈ ഒരു വില്ലേജിലാണ് എത്തിയിട്ടുള്ളത്. ഓരോ വില്ലേജ് ഏകദേശം ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഡിഫറൻസിലാണ് ഇട്ടുള്ളത്. അത് തന്നെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ ഉണ്ട് എന്നല്ലാതെ കൂടുതൽ വീടുകളൊന്നും ഇല്ല കേട്ടോ. ഒരു 10-50 വീടുകൾക്കുള്ളിൽ ഒതുങ്ങുകയാണ് ഓരോ വില്ലേജ്. ഈ വില്ലേജിൽ കണ്ടാണ് കേട്ടോ ഒരു ക്ഷേത്രത്തിനോട് ചാരിയിട്ട് ഇതുപോലത്തെ ഒരു തറ, ആളുകൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന പോലത്തെ കേട്ടോ. പുരോഗമനപരമായിട്ടുള്ള വീടുകളൊക്കെ തന്നെയാണ് കേട്ടോ കാണുന്നത്. അപ്ഡേഷനൊക്കെ അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ നോർമല് വില്ലേജുകളാണ് കേട്ടോ. ഇനി ഇതിലും താഴ്ന്നിട്ടുള്ള വില്ലേജുകൾക്കൊക്കെ നമ്മൾ പോകാനിരിക്കണേ ഉള്ളൂ. ഇതിലും നല്ല വില്ലേജിലും പോകാനിരിക്കണേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ കണ്ടാണ് കേട്ടോ ഹനുമാന്റെ ഒരു രൂപം. അത് അതേ രീതിയിൽ തന്നെ കൊത്തിയെടുത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കാലും കൈയും മസിൽസ് കാര്യങ്ങളൊക്കെ സ്ട്രെച്ചിങ് ഒക്കെ നോക്കി. പിന്നെ ഒരു വ്യത്യസ്തത എന്ന് പറയാനുള്ളത് 2 കൈയും 2 നിറത്തിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിനെപ്പറ്റി പിന്നെ കൂടുതൽ അറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കും. ഒന്ന് കൈയിന്റെ ഉള്ളനാടിയാണ്, കൈയിന്റെ കുറവാണ്. അങ്ങനെ വില്ലേജിലേക്ക് കയറിയപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു വില്ലേജ് എന്ന് പറയുന്നത് ഒരു 10-50 വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയ വില്ലേജാണ്. അത് കഴിഞ്ഞാൽ അടുത്തൊരു വില്ലേജ് ചിലപ്പോൾ കിലോമീറ്ററുകൾക്കുള്ളിലുണ്ടാവും, ഇല്ലെങ്കിൽ 10, 15, 20 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്തൊരു വില്ലേജ് വരുന്നത്. അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനാണ് കേട്ടോ. മൊത്തം ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളാണ്, കൃഷിയിടങ്ങൾ തന്നെയാണ് മൊത്തത്തിൽ കേട്ടോ. പിന്നെ കുറച്ച് മുന്നിൽ വന്നപ്പോഴാണ് 2 സൈഡിലും പോസ്റ്റ്. ഇതെന്താ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായില്ല കേട്ടോ. 2 സൈഡിലും നോക്കുകയാണെങ്കിൽ പോസ്റ്റുകാർ പോകണം. ഒരു ബസ്സാണ് കേട്ടോ പോണത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള റോഡാണ്. ഒരു ബസ്സിന് മാത്രം കഷ്ടിച്ച് പോവാം. മെയിൻ റോഡാണെന്നൊക്കെ പറയാം, കാരണം വില്ലേജുകളൊക്കെ കണ്ടില്ലേ, അതുപോലത്തെ വില്ലേജുകൾ കേന്ദ്രീകരിച്ചുള്ള യാത്രയാണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് കണ്ട്. അപ്പോൾ ഈ വെയിറ്റിംഗ് ഷെഡിൽ വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാന്നുള്ള പരിപാടി കേട്ടോ. കുഴപ്പമില്ലാത്തൊരു വെയിറ്റിംഗ് ഷെഡ് തുറന്ന് കിടക്കട്ടോ, ഒഴിഞ്ഞ് കിടക്കണേ. ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നോക്കിക്കോളി. അപ്പോൾ ഞങ്ങളിന്ന് തക്കാളി കറി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു ഉപ്പേരി, കോവക്കുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ചോറുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇതുപോലത്തെ കച്ചറകളും കാര്യങ്ങളും പ്ലാസ്റ്റിക്കുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് വൃത്തികേടാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടാണേ ഫുള്ള് വെള്ളടി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയയാണ് തോന്നുന്നുണ്ട്. ഇപ്പം ഉണ്ടാവില്ല, രാത്രിയോ ഒക്കെ ആവും. ചുറ്റുപാട് അങ്ങനെയാണ് കേട്ടോ. മൊത്തത്തിൽ കണ്ടില്ല, കുപ്പികൾ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ. പറഞ്ഞെടുത്താ എന്തൊക്കെയാ ഉള്ളത്? മാമുണ്ടാ? ആ പിന്നെന്താ? കറി വെണ്ടയ്ക്കാണ്. വെണ്ടയ്ക്കല്ല, കോവക്കയാണ് കേട്ടാ. അപ്പോൾ നമുക്കുള്ള ഇന്നത്തെ സ്പെഷ്യലാണ് ചോറ്, തക്കാളി കൂട്ടാൻ, കോവക്ക. അത് മാത്രമല്ല അടിപൊളി വൈബ് ഏരിയ കേട്ടാ. കുറച്ചുണ്ട് ഓടിയപ്പോൾ ഒരു വില്ലേജിലെത്തിയിട്ടാ. വില്ലേജിലത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ. ഒരു ടൗൺ പോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. നമ്മളെ പണ്ടത്തെ ടൗണ്, നമ്മളെ പണ്ടുള്ള ആ ഒരു കാറ്റഗറിയിലൊക്കെ പെട്ട മാതിരി. ഇതാണ് കേട്ടോ അവസ്ഥ മൊത്തത്തില്. എല്ലാ കടകളും ഉണ്ട് കേട്ടോ. ഇതൊരു ടൗണാണ്, മെയിൻ ടൗണാണ് ഇവിടുത്തെ. തുണിക്കടൊക്കെ നോക്കുകയാണെങ്കിൽ ടൈലറിങ്ങിൻ്റെ. പിന്നെ വീണ്ടും നമ്മൾ ചെല്ലണത് ഒരു പാടത്തേക്കാണ് കേട്ടോ. ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലം. നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ
ഒക്കെ ഒരു വൈബ് വേറെ ലെവല്. ഇവിടുത്തെ ബസ്സിന്റെ രൂപമാണ് ഈ കാണുന്നത്. ഇങ്ങനെയുണ്ട് ഇവിടുത്തെ സ്കൂൾ ബസ്. ബാക്ക് ഇതുപോലെയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം വന്നപ്പോൾ ഏകദേശം 6 മണിയോട് അടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ദീപം തെളിക്കണമൊക്കെ ഉണ്ട്. ഹനുമാന്റെ രൂപം തന്നെ ഉള്ളത്. ഇവിടെയൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഹനുമാന്റെ രൂപമാണ്. ഇതൊരു ചെറിയൊരു വില്ലേജാണ് കേട്ടോ. ഇതുപോലത്തെ കന്നുകാലി ഷെഡുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കണ്ടാൽ ലൈവ് ആക്കിയിട്ട് ആ ഒരു മേൽക്കൂരൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് നിർത്തിക്കാണ് കേട്ടോ. ഒരു കുറ്റി അടിച്ചാണ്ട് ഇങ്ങനെ. പിന്നെ പോരാത്തത് ഒന്നിനും മൂക്കയറില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ മുന്നിക്ക് നോക്കുമ്പോൾ വേറൊരു കാഴ്ച. ആടുകൾ ഒരുപാട് കൂട്ടത്തോടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. കുറേ ആടുകളതാ കൂട്ടത്തോടിക്കനെ. നമ്മളിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ്. ഓൾ ഇന്ത്യ യാത്രയിലാണ് കേട്ടോ. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ 3 രാജ്യങ്ങൾ കവർ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഓരോരോ ഏരിയക്ക് എത്തുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ടാട്ടോ പോവുക. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണം. അത് നമുക്ക് വേണ്ട ഏറ്റവും വലിയ സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.